ഹായ് മക്കളെ, നമ്മളെ +2 മലയാളത്തിൽ കേരള പാഠാവലി എന്ന് പറഞ്ഞു പോണ് 10ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നോക്ക് കുഴപ്പമില്ല. മലയാളത്തിൽ 4ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ കയ്യൊപ്പില്ലാത്ത സന്ദേശം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പാഠഭാഗ സമ്മറിയും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളും സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. നോക്കുക, കയ്യൊപ്പില്ലാത്ത സന്ദേശം ആദ്യത്തെ സൈബർ നോവലായിട്ട് കണക്കാക്കപ്പെടുന്ന എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പരിചയപ്പെടുന്നത്. ആരായിരുന്നു എം മുകുന്ദൻ? 1942 മയ്യഴി മാഹി തലശ്ശേരി മാഹിയിൽ ജനിച്ചു. മലയാള കഥാ സാഹിത്യത്തിലെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവാണ് എം മുകുന്ദൻ. നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ഫ്രഞ്ച് എംബസിയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ വികൃതികൾ, ഡൽഹി, ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു, ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, കേശവന്റെ വിലാപങ്ങൾ, നൃത്തം, പ്രവാസം, ഡൽഹി ഗാഥകൾ, 5.5 വയസ്സുള്ള കുട്ടി, ഹൃദയവതിയായ ഒരു പെൺകുട്ടി, കണ്ണാടിയുടെ കാഴ്ച, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. പാഠസംഗ്രഹത്തിലേക്ക് വരാം. വിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സാങ്കല്പിക സംവേദനവും പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം. നമ്മുടെ പാഠഭാഗത്തിനകത്ത് ഈ ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാധനങ്ങളിലേക്ക് കടന്നു വന്നപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് സമയം ആര് കവർന്നെടുക്കാൻ തുടങ്ങി? ഈ മൊബൈൽ ഫോൺ കവർന്നെടുക്കാൻ തുടങ്ങി. അത് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആര് പറയുന്നു? എം മുകുന്ദൻ പറയുന്നു. രൂപത്തിലും ഭാവുകത്വത്തിലും വ്യത്യസ്തമായ അടയാളപ്പെടുത്തൽ നടത്തിയ രചനയാണത്. സൈബർ ഇടത്തിൻ്റെ മായിക ലോകത്തിൽ സ്വയം മറന്നു പോകുന്നവരുടെ ജീവിതാവസ്ഥകൾ ഇതിൽ ആവിഷ്കരിക്കുന്നു. സെറ്റാക്കിക്കൊള്ളുക അല്ലേ? 17 വയസ്സുള്ള പെൺകുട്ടി 60 വയസ്സുള്ള കാമുകനെ പ്രണയിച്ച കാലഘട്ടം. ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ വിഡ്ഢിയാക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും സൂചിപ്പിക്കപ്പെടുന്നത്. സൈബർ ഇടത്തിൻ്റെ മായിക ലോകത്തിൽ സ്വയം മറന്നു പോകുന്നവരുടെ ജീവിതാവസ്ഥകൾ ഇതിൽ ആവിഷ്കരിക്കുന്നു. പ്രതീതി വ്യക്തിത്വം, പ്രതീതി സത്ത, ഇവ മുഖ്യ പ്രമേയമായ നോവൽ മലയാളത്തിലെ പ്രഥമ സൈബർ നോവലായി കണക്കാക്കുന്നു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തമാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം. 2 ലോകങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന ആശയവിനിമയമാണ് നൃത്തത്തിൻ്റെ പ്രമേയം. നേരിട്ടല്ലാതെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്പരം അറിയാത്ത ആളുകളുമായിട്ടൊക്കെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചാറ്റ് ചെയ്യേണ്ടി വരും. ഒരിക്കലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത 2 പേർ ഇമെയിലിലൂടെ ആശയവിനിമയം നടത്തുന്നു. ഇവിടെ ഇമെയിലിലേക്ക് എത്തിയിട്ടുള്ളൂ, കൂടുതൽ വികാസം പ്രാപിച്ചിട്ടില്ല. അവരുടെ മാധ്യമം മലയാളമല്ല. കമ്പ്യൂട്ടറുകൾക്ക് പിന്നിലെ അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസിലാണ് അവരുടെ സ്ഥാനം. നോവലിലെ പ്രധാന കഥാപാത്രമായ ശ്രീധരന് ലഭിക്കുന്ന ഇമെയിലിൽ നിന്നാണ് നൃത്തം എന്ന നോവൽ ആരംഭിക്കുന്നത്. ഒരു ഇമെയിൽ ശ്രീധരന് ലഭിക്കുന്നതോടെയാണ് നമ്മുടെ നോവൽ ആരംഭിക്കുന്നത്. അഗ്നി എന്ന വിലാസത്തിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഈ സന്ദേശം കിട്ടിയോ എന്നുള്ള കാര്യം അറിയിക്കണം എന്നുമാണ് മെയിലിലെ ആവശ്യം. എത്ര ആലോചിച്ചിട്ടും അഗ്നിയുടെ മുഖമോ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതിൻ്റെ ഓർമ്മയോ ശ്രീധരൻ്റെ മനസ്സിൽ പോലും വരുന്നില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അഗ്നിക്ക് ശ്രീധരനെ അറിയാം. അഗ്നി എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ എന്ന കളരി അഭ്യാസിയായ നർത്തകന്റെ സന്ദേശമായിരുന്നു അത്. അഗ്നി അയക്കുന്ന സന്ദേശങ്ങളിലൂടെയാണ് നോവലിൻ്റെ ആഖ്യാനം. കഥ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പുരോഗമിക്കുന്നത് ആ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ശ്രീധരൻ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ പതിവായി വരുന്ന കത്തുകളിലൂടെ വായനക്കാരൻ അഗ്നി അറിയുന്നു. സൈബർ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത കൂടി ഇവിടെ നോവലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സന്ദേശം അയച്ചത് ഭൂമിയുടെ അങ്ങേപ്പുറത്തുള്ള കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നോ തൊട്ടടുത്ത വീട്ടിൽ നിന്നോ ആവാം. ഹോട്ട്മെയിൽ വിലാസം കൂടി ക്രിയേറ്റ് ചെയ്തതോടെ ശ്രീധരൻ ദിനചര്യകളാകെ മാറി. ഈ മെയിലിനകത്ത് വല്ലാണ്ട് വരാൻ തുടങ്ങിയപ്പോൾ
ദിനചര്യകൾ. ഇന്നത്തെ ആളുകൾക്ക് ദിനചര്യകളേ ഇല്ല. എഴുന്നേൽക്കുന്നത് തന്നെ മൊബൈൽ ഫോണിൽ, ഉറങ്ങുന്നതും എവിടെയാണ്? മൊബൈൽ ഫോണിലാണ്. ഉറക്കമുണർന്നാലുടൻ വളരെ യാന്ത്രികമായി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലെത്താനും ആദ്യം സന്ദേശങ്ങളും പിന്നീട് വാർത്തകളും നോക്കാനും തുടങ്ങി. കുട്ടിക്കാലം മുതലുള്ള പല ശീലങ്ങൾക്കും മാറ്റം സംഭവിച്ചു. ഇന്റർനെറ്റ് കണക്ഷൻ അയാളുടെ വിശ്വാസ പ്രമാണങ്ങളെ ആകെ തകിടം മറിച്ചു. അഗ്നിയിൽ നിന്നും മറുപടി ലഭിക്കാത്തതിൽ അയാൾ ചിലപ്പോഴൊക്കെ നിരാശനായി. അഗ്നിയുടെ പേരിൽ അയച്ച സന്ദേശം വഴി തന്നെ ആരോ വിഡ്ഢിയാക്കിയാണെന്ന് സംശയിച്ചു. മനസ്സിലുണ്ടായ അസ്വസ്ഥതകൾ നിമിത്തം അയാൾ സൈബർ സ്പേസിലൂടെ അലഞ്ഞു തിരിഞ്ഞു. ഒഴിവ് ദിവസത്തിൽ ഏറെ സമയവും കമ്പ്യൂട്ടർ മുന്നിൽ ചെലവിട്ടു. പല സൈറ്റുകളിൽ കയറിയിറങ്ങി മടുത്തു. പുതുതായി തുടങ്ങിയ ഒരു സെർച്ച് എഞ്ചിൻ വഴി പരതൽ തുടർന്നു. പോസ്റ്റ് മോഡേണിസം എന്ന് കണ്ട തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്തു. 4 പേജിൻ്റെ പ്രിൻ്റ് എടുത്ത് ചുരുട്ടി ചവറ്റുകൊട്ടയിലിട്ടു. തനിക്ക് ആവശ്യമില്ലാത്തതാണ് കൂടുതലും നെറ്റിൽ നിന്ന് കിട്ടുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശ്രീധരൻ തിരികെ ഇമെയിലിൽ എത്തുമ്പോൾ അവിടെ അഗ്നിയുടെ മറുപടി അയാൾക്കായി കാത്തു കിടന്നിരുന്നു. സെറ്റാണല്ലോ. നോക്കുക, ആദ്യത്തെ ചോദ്യം നോക്കുക. കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ആ പാഠഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ആ പാഠഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തത അടയാളപ്പെടുത്തിയ നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം. എങ്ങനെയാണ്? ഒരിക്കലും നേരിട്ട് കാണുകയോ ടെലിഫോണിൽ സംസാരിക്കുകയോ പോലും ചെയ്യാത്ത 2 പേർ തമ്മിലുള്ള ഇമെയിൽ സന്ദേശത്തിലാണ് നോവൽ ആരംഭിക്കുന്നത്. ഇതുവരെ പരസ്പരം കാണാത്ത ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ സൈബർ ഇടങ്ങളിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഇൻസ്റ്റ വഴി, FB വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പത്രങ്ങളിലൂടെ ഈ സംഗതികൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസാണ് ഇമെയിൽ സന്ദേശത്തിൻ്റെ ഇടം. അഗ്നി എന്നും ശ്രീധരൻ എന്നും കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പേരുകൾ സൂചിപ്പിക്കുന്ന സ്വത്വമോ 2 വിലാസങ്ങളോ അവർക്കില്ല. ഒരു വെറും ഇമെയിൽ മാത്രമാണ് താനെന്ന് അഗ്നി പറയുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും ഭിന്നമായ അനുഭവമാണത്. ഉണ്ടെന്ന് തോന്നിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കത്തിനുമേൽ കയ്യൊപ്പ് ചാർത്തുമ്പോൾ അതിന് സ്വന്തമാകുന്ന വൈകാരികതയും വിശ്വാസ്യതയും ഇമെയിലില്ല. കത്തെഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യും? എന്ന് വിശ്വസ്തയോടെ ജയ്സൽ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒപ്പ് ഇങ്ങനെ ഇടാറുണ്ട്. ആ ഒപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ അങ്ങനെ ഒന്ന് എന്തിനെ വിശ്വസിക്കാൻ കഴിയില്ല? ഇമെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല. സൈബർ ലോകത്തിൻ്റെ അനന്തതയിൽ വന്ന് പതിക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്നത് കയ്യൊപ്പുകൾ ആവശ്യമില്ലാത്ത പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്താണ്. നമുക്ക് അതൊരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടുമ്പോഴും ഇൻ്റർനെറ്റിൽ നിലനിൽക്കുന്ന പ്രതീതിയാണതെന്ന് ഈ പാഠം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് വളരെയധികം അനുയോജ്യമാണ്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സാധ്യതകളുടെ ദുരുപയോഗത്തിൽ കുട്ടികൾക്കുണ്ടാവേണ്ട ജാഗ്രത എത്രത്തോളമാണ് എന്ന് കുറിപ്പ് തയ്യാറാക്കുക. കുട്ടികൾ സൈബർ ഇടങ്ങളിൽ എത്രത്തോളം ജാഗരൂകരായിരിക്കണം. സമകാല പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്ന് സാർവത്രികമാണ്. അറിവ് കൈമാറ്റം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും സ്വാംശീകരിക്കുന്നതിനുമുണ്ടായ പുതുരീതികൾ വിദ്യാഭ്യാസത്തിന് പുതിയ പരിവേഷമാണ് നൽകുന്നത്. സൈബർ സങ്കേതങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ചില വ്യക്തികളിൽ വികാര വ്യവഹാര പ്രശ്നങ്ങളുണ്ടാകും. ഇവയുടെ അമിത ഉപയോഗം വ്യക്തിയിലെന്ന പോലെ കുടുംബത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ചിലരെങ്കിലും ഈ ഉപകരണങ്ങൾക്ക് വിധേയരാവുകയും വിഷമസന്ധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇന്റർനെറ്റ് ദുരുപയോഗം നിയമ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന മേഖല തന്നെ ഇന്ന് നിലവിലുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനഹാനി വരുത്തുന്ന വാർത്തകളോ വിവരങ്ങളോ ചിത്രങ്ങളോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഓർക്കുക, ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനഹാനി വരുത്തുന്ന വാർത്തകളോ വിവരങ്ങളോ ചിത്രങ്ങളോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. മറ്റുള്ളവരുടെ സൈറ്റുകളിലും ഇമെയിൽ അക്കൗണ്ടുകളിലും കടന്നു കയറുക, ഫോട്ടോകളിൽ കൃത്രിമം കാണിക്കുക, അശ്ലീല ചിത്രങ്ങൾ കൈമാറുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക, ലൈംഗിക ചൂഷണം നടത്തുക, ജാതിമത വൈരാഗ്യം ഉണ്ടാക്കുന്ന വ്യാജ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുക, ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തൻ്റേതെന്ന രീതിയിൽ അവതരിപ്പിക്കുക തുടങ്ങിയവ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ്. സെറ്റ്. സൈബർ കുറ്റങ്ങൾക്ക് ഏറെയും ഇരയാകുന്നത് പെൺകുട്ടികളാണ്. നേരിട്ട് കാണുകയോ അറിയുകയോ ചെയ്യാത്ത സൗഹൃദങ്ങൾക്ക് വൈകാരികതയുടെ ദൃഢതയില്ലെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. മറഞ്ഞു നിന്ന് പറയുന്ന സ്വരം
കൃത്രിമമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നകന്ന് കേവലം കൗതുകങ്ങളിൽ അഭിരമിക്കുന്ന സംസ്കാരം പുരോഗമനപരമല്ല. അതിനെ പരിപോഷിപ്പിക്കാൻ പാടില്ല. സൈബർ അടിമത്തം പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ലാഭേച്ഛയും തിരിച്ചറിയാൻ കഴിയണം. മോർഫിംഗ്, ഹാക്കിംഗ് പോലെയുള്ള ചതിവിടങ്ങൾ മറഞ്ഞിരിക്കുന്ന വിനിമയ സാങ്കേതിക വിദ്യയെ ജനാധിപത്യത്തിൻ്റെയും സാംസ്കാരിക ഉന്നമനത്തിൻ്റെയും ഊർജ്ജദായിനികളായി രൂപപ്പെടുത്താൻ കഴിയണം. സാധ്യതകളുടെ ഈ വലിയ ലോകത്തെ ഇനി നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. സൂക്ഷ്മതയോടെയും വിമർശന ബുദ്ധിയോടെയും അതിനെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾ ബോധമുള്ളവരാവുകയാണ് ഇതിൽ നിന്നുള്ള രക്ഷാമാർഗം. സെറ്റാണല്ലോ. അപ്പം പാഠഭാഗം ഒന്ന് വായിച്ച് സമ്മറി നോക്കി ചോദ്യോത്തരം സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.